വിശ്വാസികളായ നാം പലപ്പോഴും മറക്കുന്ന ഒരു കാര്യം, പഴയ നിയമത്തിൽ കാണുന്ന അതേ ദൈവമാണ് നമ്മുടെ ദൈവം. നോഹയെ നയിച്ച അതേ ദൈവം, അബ്രഹാമിനെ നയിച്ച അതേ ദൈവം, ഇസഹാക്കിനെ നയിച്ച അതേ ദൈവം. ഈ സത്യത്തിന്റെ ശക്തി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ? ചിലപ്പോഴത്തെ നമ്മുടെ പ്രവൃത്തികൾ വേറെ ഒരു ദൈവത്തെ സേവിക്കുന്നത് പോലെയാണ്. അവിശ്വാസത്തിന്റെ ആത്മാവിനെ നാം പുറന്തള്ളണം. ഇന്ന് തന്നെ എബ്രായർ 11 അധ്യായം വായിക്കുക. അബ്രഹാം, സാറ, ഹാനോക്ക്, ഹാബേൽ, നോഹ, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, മോശ എന്നിവർ അവരുടെ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇന്ന് നാം കത്തുന്ന മുൾപ്പടർപ്പുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും തിരയുന്നു. ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകുകയില്ലെന്ന് ഞാൻ പറയുന്നതായി ചിന്തിക്കരുത്. കാരണം കർത്താവ് അന്നും ഇന്നും അത് ചെയ്യുന്നു. എന്നിരുന്നാലും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഒരു ഉറക്ക സമയത്തിൽ തീരുന്നതാവരുത് നമ്മുടെ വിശ്വാസം. ഉണരുമ്പോൾ നാം വീണ്ടും വിഷമിക്കാൻ തുടങ്ങുന്നു. ഇനിയില്ല, ദൈവമേ, ഞാൻ അങ്ങയുടെ വചനം ഏറ്റെടുക്കാൻ പോകുന്നു. കർത്താവെ, ഇതാ ഞാൻ, എന്റെ അവിശ്വാസത്തിൽ സഹായിക്കൂ. ദൈവം നിങ്ങളിൽ കുറവില്ലാത്ത വിശ്വാസം പകരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം കൂടുതൽ വലുതാക്കുന്ന സാഹചര്യങ്ങളാണ് ജീവിത തകർച്ചകൾ. ഇത് ദൈവത്തെ നന്നായി കണ്ടെത്താവുന്ന സമയമാണ്. അതാണ് യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ക്രിസ്തു യേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.